കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? ഒരു പാചകക്കാരൻ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ അതിന്റെ രുചി നോക്കുന്നു. ഇത് ഏത് തരം മൂല്യനിർണ്ണയമാണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണോ അതോ അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണോ? പലരും ഇത് പരീക്ഷാ ഹാളിൽ തെറ്റിക്കാറുണ്ട്. ഇതിന്റെ ശരിയായ ഉത്തരം അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാണ്. കാരണം പാചകം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അത് മെച്ചപ്പെടുത്താനാണ് അദ്ദേഹം രുചി നോക്കുന്നത്. ഇതുപോലെ നമ്മളെ കൺഫ്യൂഷനിലടുപ്പിക്കുന്ന സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 30 സുപ്രധാന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ചോക്ക് ഡ്രീംസ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ്. 1. ഒരു കുട്ടി പന്ത് പിടിക്കാൻ ആദ്യം കൈകൾ മുഴുവനായി ഉപയോഗിക്കുന്നു, പിന്നീട് വിരലുകൾ കൊണ്ട് മാത്രം പിടിക്കാൻ പഠിക്കുന്നു. ഇത് ഏത് വികാസ തത്വമാണ്? എ. സെഫാലോകോഡൽ, ബി. പ്രോക്സിമോഡിസ്റ്റൽ, സി. സ്പൈറൽ വികാസം, ഡി. പാരമ്പര്യം. ഉത്തരം ബി. പ്രോക്സിമോഡിസ്റ്റൽ. വികാസം ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിച്ച് പുറത്തേക്ക്, അതായത് കേന്ദ്രത്തിൽ നിന്ന് കൈകാലുകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് പ്രോക്സിമോഡിസ്റ്റൽ എന്ന് വിളിക്കുന്നത്. 2. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തപ്രകാരം അനിമിസം കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? എ. സെൻസറി മോട്ടോർ ഘട്ടം, ബി. പ്രീ ഓപ്പറേഷണൽ ഘട്ടം, സി. കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം, ഡി. ഔപചാരിക പ്രവർത്തന ഘട്ടം. ഉത്തരം ബി. പ്രീ ഓപ്പറേഷണൽ ഘട്ടം. നിർജീവ വസ്തുക്കൾക്ക് ജീവനും വികാരങ്ങളുമുണ്ടെന്ന് കുട്ടി വിശ്വസിക്കുന്ന രീതിയാണിത്. 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഘട്ടമാണിത്. 3. വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം ഒരു കുട്ടിക്ക് സഹായത്തോടെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള ദൂരത്തെ എന്തു വിളിക്കുന്നു? എ. സ്കാഫോൾഡിംഗ്, ബി. ZPD, സി. സ്കീമ, ഡി. കണ്ടീഷനിംഗ്. ഉത്തരം ബി. ZPD. കുട്ടിയുടെ വികാസ സാധ്യതയുള്ള മേഖലയാണിത്. ഇവിടെ അധ്യാപകർ നൽകുന്ന താൽക്കാലിക സഹായമാണ് സ്കാഫോൾഡിംഗ്. 4. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ LAD എന്ന ആശയം ആരുടേതാണ്? എ. വൈഗോട്സ്കി, ബി. പിയാഷെ, സി. നോം ചോംസ്കി, ഡി. ബ്രൂണർ. ഉത്തരം സി. നോം ചോംസ്കി. ഭാഷ സ്വായത്തമാക്കാൻ കുട്ടികൾക്ക് ജന്മസിദ്ധമായ കഴിവുണ്ടെന്ന് ചോംസ്കി വാദിക്കുന്നു. 5. ശരിയായ രീതിയിലുള്ള പഠനത്തിന് മെച്ചുറേഷൻ അഥവാ പരിഭാഗം അത്യാവശ്യമാണെന്ന് പറയുന്നത് ഏത് മേഖലയിലാണ്? എ. പാരമ്പര്യം, ബി. പഠന സന്നദ്ധത, സി. സാമൂഹിക വികാസം, ഡി. ശിക്ഷ. ഉത്തരം ബി. പഠന സന്നദ്ധത. വികാസവും പഠനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണിത്. ശാരീരികവും മാനസികവുമായ പാകതയുണ്ടെങ്കിൽ മാത്രമേ പഠനം ഫലപ്രദമാകൂ. 6. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ മണിമുഴക്കം എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ബി. കണ്ടീഷൻഡ് സ്റ്റിമുലസ്, സി. സ്വാഭാവിക പ്രതികരണം, ഡി. ഭക്ഷണം. ഉത്തരം ബി. കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഭക്ഷണത്തോടൊപ്പം ആവർത്തിച്ച് നൽകുന്നതിലൂടെ മണിമുഴക്കം ഒരു അനുബന്ധിത ഉത്തേജകമായി മാറുന്നു. 7. കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നതിനെ കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് എന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രധാന സൈക്കോളജിസ്റ്റുകൾ ആരെല്ലാമാണ്? എ. പിയാഷെ വൈഗോട്സ്കി, ബി. പാവ്ലോവ് സ്കിന്നർ, സി. തോൺഡൈക്ക് വാട്സൺ, ഡി. സ്പിയർമാൻ ഗിൽഫോർഡ്. ഉത്തരം എ. പിയാഷെ വൈഗോട്സ്കി. കുട്ടികൾ സജീവമായി അറിവ് നിർമ്മിക്കുന്നവരാണെന്ന് ഇവർ രണ്ടുപേരും വിശ്വസിക്കുന്നു. 6. ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. സ്കിന്നർ, ബി. ഗെസ്റ്റാൾട്ട്, സി. ചോംസ്കി, ഡി. ഗാർഡ്നർ. ഉത്തരം ബി. ഗെസ്റ്റാൾട്ട്. സാഹചര്യത്തെ ഒരു പൂർണ്ണരൂപം കണ്ട് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണിത്. 9. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിക്ക് പ്രാധാന്യം നൽകുന്ന ബോധന രീതി ഏതാണ്? എ. അധ്യാപക കേന്ദ്രീകൃത രീതി, ബി. ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ്, സി. മനപ്പാഠമാക്കൽ രീതി, ഡി. പരീക്ഷാ കേന്ദ്രീകൃത രീതി. ഉത്തരം ബി. ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ്. കുട്ടി സ്വന്തമായി പ്രവർത്തിച്ച് പഠിക്കുന്ന രീതിയാണിത്. ഇത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. 10. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ്? എ. ഉത്തരങ്ങൾ മനപ്പാഠമാക്കുക, ബി. വിമർശനാത്മക ചിന്താശേഷി വളർത്തുക, സി. വേഗത്തിൽ പരീക്ഷ എഴുതുക, ഡി. സിലബസ് തീർക്കുക. ഉത്തരം ബി. വിമർശനാത്മക ചിന്താശേഷി വളർത്തുക. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്ന രീതിയാണിത്.
11 കോൾബർഗിന്റെ സിദ്ധാന്തം ഏത് വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വൈജ്ഞാനിക വികാസം, ബി. ധാർമ്മിക വികാസം, സി. ശാരീരിക വികാസം, ഡി. ഭാഷാവികാസം. ഉത്തരം ബി. ധാർമ്മിക വികാസം. കുട്ടികളിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷിയെക്കുറിച്ച് കോൾബർഗ് വിശദീകരിക്കുന്നു. 12 കുട്ടിയുടെ സ്വഭാവം പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എ. അറിവ് നിർമ്മാണ വിഭാഗം, ബി. സ്വഭാവ പഠന രീതികൾ, സി. ഗ്രേഡിംഗ് രീതി, ഡി. ജെൻഡർ ബയാസ്. ഉത്തരം ബി. സ്വഭാവ പഠന രീതികൾ. ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ എന്നിവ കുട്ടികളെ പഠിക്കാനുള്ള ശാസ്ത്രീയ രീതികളാണ്. 13 വികാസത്തിൽ പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും സ്വാധീനം എങ്ങനെയാണ്? എ. പാരമ്പര്യം മാത്രം സ്വാധീനിക്കുന്നു, ബി. രണ്ടിന്റെയും സംയോജിത സ്വാധീനമാണ് വികാസം, സി. സാഹചര്യത്തിന് പ്രാധാന്യമില്ല, ഡി. ഇവ തമ്മിൽ ബന്ധമില്ല. ഉത്തരം ബി. രണ്ടിന്റെയും സംയോജിത സ്വാധീനമാണ് വികാസം. ഇവ രണ്ടും വികാസത്തെ ഒരുപോലെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. 14 സ്കിന്നറുടെ പഠന സിദ്ധാന്തം അഥവാ ഓപ്പറന്റ് കണ്ടീഷനിംഗ് എന്തിന് പ്രാധാന്യം നൽകുന്നു? എ. പ്രതിഫലത്തിന്, ബി. പാരമ്പര്യത്തിന്, സി. സ്വയം കണ്ടെത്തലിന്, ഡി. നിരീക്ഷണത്തിന്. ഉത്തരം എ. പ്രതിഫലത്തിന്. ഒരു പ്രവർത്തനത്തിന് ലഭിക്കുന്ന പോസിറ്റീവ് ഫലം ആ പ്രവർത്തനം ആവർത്തിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. 15 മെച്ചുറേഷൻ അഥവാ പരിഭാഗം എന്നത് പ്രധാനമായും ഏത് മാറ്റമാണ്? എ. സാമൂഹിക മാറ്റം, ബി. ജൈവികമായ മാറ്റം, സി. ബുദ്ധിയിലെ മാറ്റം, ഡി. സാമ്പത്തിക മാറ്റം. ഉത്തരം ബി. ജൈവികമായ മാറ്റം. ജനിതകമായി വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ ശാരീരിക പാകത കൈവരിക്കുന്നതാണിത്. ഇന്റലിജൻസ്, ജെൻഡർ, അസസ്മെന്റ് ആൻഡ് പേഴ്സണാലിറ്റി. 16 ബുദ്ധിശക്തിയുടെ ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? എ. ഗാർഡ്നർ, ബി. സ്പിയർമാൻ, സി. ഗിൽഫോർഡ്, ഡി. തേഴ്സ്റ്റൺ. ഉത്തരം ബി. സ്പിയർമാൻ. ജി ഫാക്ടർ അഥവാ ജനറൽ, എസ് ഫാക്ടർ അഥവാ സ്പെസിഫിക് എന്നീ രണ്ട് ഘടകങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നു. 17 ഗാർഡിനറുടെ ബുദ്ധിസിദ്ധാന്തപ്രകാരം സ്വയം തിരിച്ചറിയാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? എ. ഇന്റർപേഴ്സണൽ, ബി. ഇൻട്രാപേഴ്സണൽ, സി. ലോജിക്കൽ, ഡി. ലിംഗ്വിസ്റ്റിക്. ഉത്തരം ബി. ഇൻട്രാപേഴ്സണൽ. സ്വന്തം വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവാണിത്. 18 ഗിൽഫോർഡിന്റെ ബുദ്ധിസിദ്ധാന്തം അഥവാ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ഇൽ എത്ര മാനങ്ങളുണ്ട്? എ. 2, ബി. 3, ഓപ്പറേഷൻസ്, കോണ്ടന്റ്സ്, പ്രോഡക്ട്സ് എന്നിവ, സി. 5, ഡി. 8. ഉത്തരം ബി. 3. ക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ആ 3 മാനങ്ങൾ. 19 ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്നാൽ അർത്ഥമാക്കുന്നതെന്ത്? എ. സ്ത്രീയും പുരുഷനും ജൈവികമായി തുല്യരാണ്, ബി. ജെൻഡർ റൂളുകൾ സമൂഹം നിർമ്മിക്കുന്നതാണ്, സി. പാരമ്പര്യം മാത്രമേ ജെൻഡറിനെ ബാധിക്കുന്നുള്ളൂ, ഡി. ഇതിലൊന്നുമല്ല. ഉത്തരം ബി. ജെൻഡർ റൂളുകൾ സമൂഹം നിർമ്മിക്കുന്നതാണ്. ലിംഗപരമായ ഉത്തരവാദിത്തങ്ങളും വിവേചനങ്ങളും സാമൂഹിക നിർമ്മിതികളാണ്. 20 ക്ലാസ്സിലെ കുട്ടികളുടെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, കാസ്റ്റ്, ജെൻഡർ എന്നിവ അധ്യാപകൻ എങ്ങനെ കാണണം? എ. ഒരു തടസ്സമായി, ബി. ഒരു വിഭവം അഥവാ അവസരമായി, സി. അവഗണിക്കണം, ഡി. വേർതിരിച്ചു പഠിപ്പിക്കണം. ഉത്തരം ബി. ഒരു വിഭവം അഥവാ അവസരമായി. വ്യത്യസ്ത പശ്ചാത്തലങ്ങളെ അംഗീകരിക്കുന്നത് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിന് അത്യാവശ്യമാണ്. 21 പഠന പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ കുട്ടിയുടെ പോരായ്മകൾ തിരുത്താൻ സഹായിക്കുന്ന അസസ്മെന്റ് ഏതാണ്? എ. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, ബി. അസസ്മെന്റ് ഫോർ ലേണിംഗ്, സി. പബ്ലിക് എക്സാം, ഡി. റാങ്ക് ലിസ്റ്റ്. ഉത്തരം ബി. അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇതിനെ രൂപകരണ മൂല്യനിർണ്ണയം അഥവാ ഫോർമാറ്റീവ് അസസ്മെന്റ് എന്നും വിളിക്കുന്നു. 22 സ്കൂൾ കേന്ദ്രീകൃതമായ മൂല്യനിർണ്ണയ രീതിയെ സിലബസ് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ. ബോർഡ് എക്സാം, ബി. സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്, സി. ഔട്ട്ഡോർ അസസ്മെന്റ്, ഡി. പാരന്റ് അസസ്മെന്റ്. ഉത്തരം ബി. സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്. കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ അവരുടെ പുരോഗതി വിലയിരുത്തുന്ന രീതിയാണിത്. 23 കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനെയാണ്? എ. ഓർമ്മശക്തി പരീക്ഷിക്കൽ, ബി. കുട്ടിയുടെ സമഗ്രമായ വികാസം, സി. കൂടുതൽ ഹോംവർക്ക് നൽകൽ, ഡി.
അധ്യാപകനെ വിലയിരുത്തൽ. ഉത്തരം ബി. കുട്ടിയുടെ സമഗ്രമായ വികാസം. പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങളെയും നിരന്തരമായി വിലയിരുത്തണം. 24. കുട്ടികളുടെ നേട്ടങ്ങൾ വിലയിരുത്താൻ അക്കങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന രീതി ഏതാണ്? എ. മാർക്കിംഗ് സിസ്റ്റം, ബി. ഗ്രേഡിംഗ്, സി. റാങ്കിംഗ്, ഡി. പ്രിന്റിംഗ്. ഉത്തരം ബി. ഗ്രേഡിംഗ്. മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. 25. വ്യക്തിത്വ വികാസത്തിലെ സൈക്കോ അനലിറ്റിക് സമീപനം അവതരിപ്പിച്ചത് ആരാണ്? എ. സിഗ്മണ്ട് ഫ്രോയിഡ്, ബി. ബി.എഫ്. സ്കിന്നർ, സി. കാൾ റോജേഴ്സ്, ഡി. പിയാഷെ. ഉത്തരം എ. സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിനെക്കുറിച്ചും ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയെക്കുറിച്ചും ഫ്രോയിഡ് വിശദീകരിച്ചു. 26. ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റപ്പോൾ പരീക്ഷാ പേപ്പർ ശരിയല്ല എന്ന് കുറ്റപ്പെടുത്തുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ്? എ. യുക്തീകരണം, ബി. പ്രക്ഷേപണം, സി. ദമനം, ഡി. റിഗ്രഷൻ. ഉത്തരം ബി. പ്രക്ഷേപണം. സ്വന്തം പരാജയത്തിന്റെ ഭാരം മറ്റൊരു വ്യക്തിയിലോ വസ്തുവിലോ ചാർത്തുന്ന രീതിയാണിത്. 27. അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? എ. പരീക്ഷ പാസാവുക, ബി. മാനസിക സംഘർഷം കുറയ്ക്കുക, സി. കൂടുതൽ മാർക്ക് വാങ്ങുക, ഡി. അധ്യാപകനെ സന്തോഷിപ്പിക്കുക. ഉത്തരം ബി. മാനസിക സംഘർഷം കുറയ്ക്കുക. താൽക്കാലികമായി മാനസിക സമാധാനം കണ്ടെത്താൻ മനസ്സുപയോഗിക്കുന്ന തന്ത്രങ്ങളാണിവ. 28. വ്യക്തിത്വ പഠനത്തിലെ ട്രെയ്റ്റ് സമീപനം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? എ. ഫ്രോയിഡ്, ബി. ആൾപോട്ട്, സി. പാവ്ലോവ്, ഡി. ചോംസ്കി. ഉത്തരം ബി. ആൾപോട്ട്. വ്യക്തിത്വത്തിന്റെ സ്ഥിരമായ സവിശേഷതകളെയാണ് ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. 29. ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി അളക്കുന്ന ഐക്യു സൂത്രവാക്യം ഏത്? എ. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100, ബി. മെന്റൽ ഏജ് പ്ലസ് ക്രോണോളജിക്കൽ ഏജ്, സി. ഏജ് ഇൻറ്റു 100, ഡി. മെന്റൽ ഏജ് ബൈ 100. ഉത്തരം എ. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. മാനസിക വയസ്സിനെ യഥാർത്ഥ വയസ്സുകൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഐക്യു ലഭിക്കുന്നത്. 30. ഡൈവേഴ്സിറ്റി ഓഫ് കമ്മ്യൂണിറ്റി ഓർ റിലിജിയൻ എന്നത് പഠനത്തിൽ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത്? എ. വിവേചനത്തിന് അടിസ്ഥാനമായി, ബി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി, സി. വേർതിരിച്ചു മാറ്റാൻ, ഡി. അവഗണിക്കാൻ. ഉത്തരം ബി. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന സമഗ്രമായ വിദ്യാഭ്യാസ രീതിയാണിത്. അങ്ങനെ നമ്മളിന്ന് കേട്ടഡ് സിലബസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന വിഭാഗത്തിലെ 30 സുപ്രധാന ചോദ്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്കെത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ആ ഓരോ കമന്റും എനിക്ക് അടുത്ത വീഡിയോകൾ കൂടുതൽ നന്നായി ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. അധ്യാപകനെന്നത് കേവലമൊരു ജോലിയല്ല, അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ ചോക്ക് ഡ്രീംസ് എന്നും കൂടെയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പഠന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.